ബസ്സില്ലാതെ എങ്ങനെയാ വരുന്നേ? അല്ല, അച്ഛൻ വന്നില്ലേ? അച്ഛൻ നാളെ വരത്തുള്ളൂ. കമ്പനിയിൽ വന്ന് വിവരം പറഞ്ഞു. ചേട്ടൻ കിടന്നു? എല്ലാരും കിടന്നു. ഞാൻ നിന്നെ നോക്കി ഇരിക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂർ 1 കഴിഞ്ഞു. വാ, വല്ലതും കഴിച്ചു കിടന്ന് ഉറങ്ങാൻ നോക്കാം. എങ്ങോട്ടാടാ രാവിലെ കുളിച്ചൊരുങ്ങി? കണ്ട കടക്കാർക്കൊക്കെ വെള്ളം കോരി കൊടുക്കാനാണോ? ഞാനൊന്ന് പറഞ്ഞേക്കാം, അങ്ങേരെ അറിഞ്ഞാൽ നിന്റെ പൊടി പോലും വെച്ചേക്കത്തില്ല. മണി ചേട്ടാ, എവിടെയായിരുന്നു മണിയും ചേട്ടൻ? 2 ദിവസമായിട്ട് ആളെ കണ്ടേയില്ലല്ലോ. എനിക്ക് പനിയായിരുന്നു. ആരാ പറഞ്ഞ പനിയാണെന്ന്? അച്ഛനോ അമ്മയോ? അവരൊന്നും അല്ല പറഞ്ഞു, വൈദ്യരാ പറഞ്ഞു. ഇപ്പൊ എല്ലാം മാറിയോ? എന്താ കയ്യില്? പാട്ടുപുസ്തകമാണോ? അല്ല, പുതിയ പടത്തിന്റെ നോട്ടീസാ. ഇന്നു മുതൽ പടം മാറ്റമാണ്. നല്ല പടമാണോ ഏട്ടാ? നല്ലതാന്നാ പറയുന്നത്. ഉഗ്ര 6 ഇടിയുണ്ട്. അവസാനം നസീർ ഉമ്മറിനെ കൊല്ലുന്നതാ കഥ. മണിയൻ ചേട്ടൻ ആരെയാ ഇഷ്ടം? ഷീലയോ ജയഭാരതിയോ? എന്താ ചേട്ടനൊന്നും മിണ്ടാത്ത? അതൊക്കെ ചീത്തയാ. ഞാൻ ചീത്ത പറയല്ല. എന്നാ ഞാൻ പറയട്ടെ, എനിക്ക് ഏത് നടനെ ഇഷ്ടമെന്ന്? നസീറിനെ ആയിരിക്കും. എന്നാ സമയം? അല്ല, എനിക്ക് അവരെക്കാളൊക്കെ ഇഷ്ടം ചേട്ടനെയാ. ചേട്ടനാ വേഷമൊക്കെ ഇട്ട് വന്നാ എങ്ങനെ ഇരിക്കുമെന്നറിയാമോ? ആരാ കമലോടെ? മണിയൻ ചേട്ടനാമേ, ഒന്നിങ്ങോട്ട് വരാൻ പറ. അമ്മ വിളിക്കുന്നു. നോട്ടീസ് വായിച്ചിട്ട് തന്നാ മതി. എന്താ മണിയാ, സിനിമയൊക്കെ മാറിയോ? മാറി. ഇന്ന് മുതൽ ജവഹറിന്റെ പടം മാറ്റമാ. മണിയമ്പിള്ള ഒരു ചാക്ക് നെല്ല് നെല്ലി കൊണ്ടുപോയി കുത്തിക്കൊണ്ട് വരുവോ? നീ എടുക്കുവോ? ഞാനാണല്ലോ ഇന്നാളില് രാജുവിന്റെ അമ്മയ്ക്ക് കുത്തിച്ചു കൊടുത്തേ. എന്നാ അപ്പുറത്തേക്ക് വാ, നെല്ല് അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. എനിക്ക് അവരെക്കാളൊക്കെ ഇഷ്ടം മണിയൻ ചേട്ടനെ. മണിയൻ ചേട്ടൻ ആ വേഷമൊക്കെ ഇട്ട് വന്നു നിന്നാ കാണാൻ എങ്ങനെ ഇരിക്കുമെന്നറിയോ? പിള്ളേരറിഞ്ഞോടി? കൊള്ളാം. മണി 11 എന്തോ ആയ കുട്ടിയെന്ന് ചവയ്ക്കുന്നത്? ചവയ്ക്കാൻ വായി പല്ലുണ്ടായിട്ട് വേണ്ടേ? ഇച്ചിരി കപ്പലുണ്ട്. എവിടെന്നാ? മണിയും കൊണ്ടുവന്നതാ. അവൻ എവിടെന്നാ കാശ്? അറയ്ക്കലെ ദേവകിയമ്മ അവൻ 8 അണ കൊടുത്തു. അവൻ അതിന് കപ്പലണ്ടിയും മേടിച്ചോണ്ട് വന്നു. അച്ഛന്റെ പങ്കെന്നും പറഞ്ഞ് മാറ്റി വെച്ചതാ. എന്തോന്ന് ആലോചിക്കുന്നു? ഓ, എന്താ ആലോചിക്കാൻ? ഞാൻ നമ്മുടെ മണിയന്റെ കാര്യം നമ്മുടെ മുതലാളിയുടെ അടുത്തൊന്ന് പറഞ്ഞു. ഇനി 10 കഴിഞ്ഞൊന്നും പറയാതിരിക്കുന്നതാ നല്ലത്. ഈ സിനിമ എന്നൊക്കെ പറഞ്ഞാൽ സത്യത്തിൽ അതൊരു ഭാഗ്യമാണ്. അത് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതല്ല. സമയം നല്ലതാണോ പിടിപിടേതങ്ങ് കയറിപ്പോകാം. സമയം പിഴച്ചോ തപാതിങ്ങ് ഇറങ്ങിപ്പോരാം. സർവതുണ്ടോ? ഉണ്ടല്ലോ. ഒന്ന് ചേർത്ത്. ഐസിനോ? വേണ്ട.
വെള്ളമില്ലല്ലോ. മണിയമ്പിള്ളേ, ആ കിണ്ടിന്ന് ഒരു കലം വെള്ളം പിരിയിൽ എടുത്തു പോരും. സാറിരിക്കണം, ഇപ്പൊ വരും. ഒരു കാര്യം കാണിക്കല്ല. പതുക്കെ പതുക്കെ. ഈശ്വരനാണ് എന്റെ പകുതി എനിക്ക് തന്നില്ല. നേരത്തിലേ ഞാൻ പോട്ടെ, എനിക്ക് അത്യാവശ്യം ഇവിടെ വരെ പോകാനുള്ളതാ. ചുമ്മാ നിനക്കെടുത്താൻ കടയിൽ തുറന്നു വെച്ചോണ്ടിരിക്കുക. ചേടാ, വെള്ളത്തിന് പോയി ആളിനെയും കാണുന്നില്ലല്ലോ. നല്ല ആള് തന്നെ. സർവത്തിന് ആണെഴുതിട്ട് പോയാ പോക്കാ. അയാള് പോയാ? ഇല്ല, പോയില്ല. വൈകുന്നേരം ഇതുവഴി വരുമ്പോ കുടിച്ചിട്ട് പോയിക്കോളാന്ന് പറഞ്ഞിരിക്കുക. ഇതുകൊണ്ടൊക്കെ തന്നെയാ പിള്ളേര് മണിയമ്പള്ളിയെ പിരിലൂസ് പിരിലൂസ് എന്ന് വിളിക്കുന്നത്. എന്നെ ആരും പിരിലൂസ് എന്ന് വിളിക്കത്തില്ല. വിളിച്ച ആരായാലും ഞാൻ തല്ലും. ഞാൻ എത്ര നേരം ഇവിടെ കാത്തിരിക്കുന്നു. മണിയൻചേട്ടൻ ഇതുവരെ എവിടെയായിരുന്നു? അത് ഞാൻ കൊട്ട വരെ പോയിരുന്നു, പണം മാറിയോന്നറിയാൻ. എന്നിട്ട് പടം മാറിയോ? ഇല്ലില്ല, ഇവിടത്തെ കൊട്ടയിലെ പടം നാളെ മാറത്തുള്ളൂ. ഇന്നത്തെ പൂവുള്ളു. താങ്ക് യു. പൂ തന്നപ്പോഴേ ചേട്ടനോട് ഞാൻ പറഞ്ഞെന്താണെന്നറിയാമോ? അത് ഇംഗ്ലീഷാ. ആരെങ്കിലും ഒരു ഉപകാരം ചെയ്താ ഉടനെ താങ്ക് യു എന്ന് പറയണം. എന്ത് പറയണം? താങ്ക് യു. മണിയൻചേട്ടൻ വലിയ സായിപ്പായി പോയല്ലോ. പിന്നെ എന്റെ കൂടെ കടത്തു വരുന്ന വരാമോ? എന്തിനാ? കൂട്ടിന്. അവിടെ കുറെ ചെറിച്ച ആമ്പിള്ളേരുണ്ട് കമന്റ് അടിക്കാൻ. എന്ന് വെച്ചാ അവരൊക്കെ എന്നെ കാണുമ്പോ എന്തെങ്കിലുമൊക്കെ അനാവശ്യം വിളിച്ച് പറയും. ഇന്നാരും ഒന്നും പറയത്തില്ല, ഞാൻ കൂടെ ഉണ്ട്. എനിക്ക് ഒരുപാടായി. വെള്ളസാരിക്കുന്ന റെസ്കോർട്ട് ഉണ്ടല്ലോ രവി. എന്ന് പറഞ്ഞാ വെള്ളസാരി ഒരു അമൂല്യതയില്ലാടാ. അത് കാക്കാരൊരു ഭൂതം വേണ്ടേ? എടാ, ഇത് ഭൂതമൊന്നുമല്ല, കിറുക്കനാ. എന്നെ എങ്ങാനും ഏൽപ്പിച്ചിരുന്നെങ്കിൽ എന്റെ പൊന്ന് കർത്താവേ, ഈ പണി എന്നും രാവിലെ മങ്ങാവാടിയാണ് നടത്തിയത്. എന്താടാ നിനക്കൊക്കെ? നല്ല വഴിക്ക് കിടക്കുന്ന പെമ്പിള്ളേരെ കണ്ടപ്പോ നിനക്കൊക്കെ എന്താടാ? ചിപ്പോടാ. എന്താടാ വിളിച്ചേ? എന്റെ പ്രായം നിനക്ക് അറിയില്ലടാ, അഹങ്കാരി. നീ വെറുതെ രവി. ഈ കിറുക്കണ കർത്താവിന്റെ കാര്യം എന്താ? ആരെങ്കിലും പിടിച്ച് മാറ്റടാ. ഒന്ന് പിടിച്ചു മാറ്റണേ. എന്നെ ആരും പിടിക്കണ്ട, എനിക്കൊരു കുഴപ്പമില്ല എന്ന് കരുതി ഈ നാട്ടിൽ പെമ്പിള്ളേർക്ക് ജീവിക്കണ്ടേ? അന്നം പിടിച്ചോണ്ട, ഇല്ലെങ്കിൽ കാണിച്ചു കൊടുക്കാമായിരുന്നു. ഇനിയോ അമ്മ എന്തെങ്കിലും കിട്ടും.